സുലത്ത് ബിൻ അഷിയം തങ്ങള് ആ യുദ്ധത്തിലുണ്ടായിരുന്നപ്പോ ജഅഫർ ബിൻ സെയ്ദ് എന്നവർ പറഞ്ഞു, വല്ലാഹിൽ അർമുഖന്നഹു, ഞാൻ ഇന്ന് സുല തങ്ങളെ ശരിക്കൊന്ന് വീക്ഷിക്കാൻ പോവാ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇബാദത്തുകളൊക്കെ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ യുദ്ധം ദിവസങ്ങളോളം തുടർന്ന ഒരു യുദ്ധമായിരുന്നു അത്. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങാൻ അവരവരുടെ ഹൈമകളിലേക്ക് മാറിയപ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോ മഹാനായ സുലത്ത് ബിൻ അഷിയം റഹ്മത്തുള്ളാഹി അലൈഹി മെല്ലെ എഴുന്നേറ്റ് കയ്യിലെ നിസ്കാരപ്പടവും എടുത്ത് നിലാവിൻ്റെ നേർത്ത വെളിച്ചത്തിൽ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. ആര് പറയുന്നു? ജഅഫർ ബിൻ സെയ്ദ് എന്നവർ പറയാം റഹ്മഹുല്ലാ. അദ്ദേഹം പോകുന്നത് ഒരു കുറ്റിക്കാട്ടിലേക്കാണ്. മരങ്ങളൊക്കെ തിങ്ങിക്കൂടിയ ഒരിടം, ആരും കാണാത്തിടം, രാത്രിയാണ്, എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. താബിഈങ്ങളുടെ വലിയൊരു സംഘം ആളുകളുള്ള ഒരു യുദ്ധമായിരുന്നു അത്, ആ സൈന്യം. അപ്പൊ ഞാൻ പിന്നാലെ ചെന്ന് നോക്കി. മഹാനവറുകൾ അല്ലാഹു അക്ബർ ചൊല്ലി ആ രാത്രിയിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. ഞാൻ ബാക്കിൽ പോയിരുന്നു. കുറേ നേരം ആ നിസ്കാരം തുടർന്നു. ആ നിസ്കാരത്തിനൊടുവിൽ ഒരു സിംഹത്തിന്റെ ഗർജനം ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ ഞാനൊരു മരത്തിന്റെ മുകളിൽ പേടിച്ച് വിറച്ച് അള്ളിപ്പിടിച്ച് ആ മരത്തിന്റെ ഉയർന്ന കൊമ്പിൽ നിന്ന് ഞാനിങ്ങനെ മിണ്ടാണ്ടിരുന്നു. താഴെ സുലത്ത് റഹ്മഹുല്ലാ മഹാനവറുകൾ മുസല്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. റുക്കൂയിലേക്ക് പോകുന്നു. ആ സിംഹം അടുത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തൊട്ട് മണക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ഒരു പേടിയില്ലാണ്ട് മഹാനവറുകൾ റുക്കൂഉം സുജൂദും അത്തഹിയാത്തും എല്ലാം കഴിഞ്ഞു. സലാം വീട്ടി. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ആ സിംഹത്തോട്, അയ്യുഹസ്സബ, അല്ലയോ ഹിംസ്രജീവിയായ ജന്തുവേ, ഉത്ലുബിർ റിസ്ഖ മിൻ മകാനിൻ ആഖർ, നിന്റെ ഭക്ഷണം ഇവിടെ ഇല്ല, നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് വല്ല ഭക്ഷണവും നോക്കിക്കോ എന്ന് ആ സിംഹത്തോട് പറഞ്ഞു. ഫവല്ലാ വ ഇന്ന ലഹു ലസഈർ, ഗർജിച്ചുകൊണ്ട് ആ സിംഹം അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഞാൻ മെല്ലെ കണ്ടു. അപ്പോഴും സുലത്ത് തങ്ങൾക്കറിയില്ല തന്റെ നിസ്കാരം വീക്ഷിക്കുന്ന ഒരാൾ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. ഫഹമിദല്ലാഹു ബിമഹാമിദ്, ഒരുപാട് അല്ലാഹുവിനെ സ്തുതി പറഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ, പടച്ചവനെ നീ എന്നെ നിന്റെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ. ഫമിഥിലീ ലാ യജ്തരിഉ അൻ യസ്അലകൽ ജന്നഹ്, എന്നെ പോലെയുള്ള ആളുകൾക്ക് നിന്നോട് സ്വർഗം ചോദിക്കാൻ ധൈര്യം വരുന്നില്ല റബ്ബേ. എന്നെ നരകത്തിൽ നിന്ന് കാത്തോളണമേ, എനിക്ക് സ്വർഗം താ പടച്ചവനെ എന്ന് പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല എന്ന് മഹാനവറുകൾ കയ്യുയർത്തി ഇങ്ങനെ ഒരുപാട് നേരം ദുആ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. മഹാനവറുകൾ വീണ്ടും നിസ്കാരത്തിലേക്ക് പോയപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ അവിടുന്ന് നടന്നകന്നു പോന്നു. പിന്നീടെപ്പോഴോ അദ്ദേഹം വന്ന് കടന്നിട്ടുണ്ട്. സുബഹി നിസ്കാരമാകുമ്പോൾ എല്ലാവരും ഉണരുമ്പോ മഹാനായ സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി സുലത്ത് ബിൻ അഷിയം തങ്ങള് കണ്ണുകൾ തിരുമ്മിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഉറക്കച്ചടവോടുകൂടെ, ഒരുപാട് ഉറങ്ങി ഒരാൾ എഴുന്നേൽക്കുന്ന പോലെ ഒരിറ്റ് പോലും കൺപോളെ അടക്കാതെയാണ് അദ്ദേഹം വന്ന് കിടക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കൂടെയുള്ള ആളുകളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഉറങ്ങിയെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മഹാനായ സുലത്ത് ബിൻ അഷിയം റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങൾ ഉറങ്ങിയതുപോലെ ഉറക്കം നടിച്ചുകൊണ്ട് കിടന്നിട്ട് ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്ന പോലെ മഹാനവറുകൾ എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഫവല്ലാഹി മാ റഫഅഹുല്ലാഹു ഇല്ലാ ബിഹാദാ, ആരാരും അറിയാതെ, ഒരു മനുഷ്യനും അറിയാതെ, ഒരാളോടും വിളിച്ചു പറയാതെ, ഒരാളോടും കൊട്ടിഘോഷിക്കാതെ, ഒരാളോടും പറഞ്ഞറിയിക്കാതെ അവനവനും അല്ലാഹും തമ്മിൽ മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത്
ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാകണം അല്ലാഹു ഈ മഹാനെ ഇത്രമേൽ ഉയർത്തിയത്. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങളിൽ റിയാ, സുംഅത്ത്, ആളുകൾ അറിയണം, നാലാളുകൾ കേൾക്കണം എന്ന ഒരു ചിന്തയുമില്ലാതെ, ഒരാഗ്രഹവുമില്ലാതെ പടച്ചവന്റെ മുമ്പിൽ പച്ചയായ മനുഷ്യരായി കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അടിമകളാണ് എന്ന അടിമത്വം ബോധിപ്പിക്കേണ്ട ഒരു സമയം.